നമസ്കാരം. ആലീസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നെയ്യാറ്റിൻകരയ്ക്കടുത്ത് അരുവിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രവും മഠവും ഒക്കെയുണ്ട്. എൻ്റെ വീട് ഇവിടെ അടുത്താണെങ്കിലും എനിക്ക് ഇതുവരെ ഒന്നും വന്ന് കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് സാഹചര്യം ഒത്തു ഒന്ന് കാണാമെന്ന് കരുതി ഇവിടെ വന്നതാണ്. ശ്രീനാരായണ ഗുരുദേവൻ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയ സ്ഥലമാണിത്. ഈ മഠത്തിൻ്റെ മുറ്റത്തേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷവും ആത്മനിർവൃതിയും എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. പ്രധാന കവാടം കടന്ന് മഠത്തിൻ്റെ മുറ്റത്തേക്ക് നടക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷം എനിക്ക് ഫീൽ ചെയ്തു. ഈ കാണുന്നതാണ് മഠം. ഗുരുദേവൻ നേരിട്ട് പണി കഴിപ്പിച്ചതാണ് എന്ന് അറിയാൻ കഴിഞ്ഞത്. പുതുക്കി പണിതിട്ടുണ്ട്. ഒരു ആഗ്രഹം നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണെങ്കിൽ തന്നെ ഇവിടെ വരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ മഠത്തിൻ്റെ ഈ ആദ്യം കാണുന്ന ഈ റൂമിലിരുന്നാണ് കുമാരനാശാൻ അദ്ദേഹത്തിൻ്റെ ചണ്ഡാല ഭിഷുകി എന്ന ഖണ്ഡകാവ്യം രചിച്ചത്. ഈ വൃക്ഷഛായയിലാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ ഉത്ഭവം. ആദ്യ യോഗം 1903 ജനുവരി 7 ഗുരുദേവൻ്റെ അധ്യക്ഷതയിൽ ഇവിടെ കൂടി. ഈ വൃക്ഷഛായയിലാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ SNDP-യുടെ ഉത്ഭവം. ആദ്യ യോഗം 1903 ജനുവരി 7 ഗുരുദേവൻ്റെ അധ്യക്ഷതയിൽ ഇവിടെ കൂടി. ഇത് ശ്രീനാരായണ ഗുരുദേവൻ നേരിട്ട് പണികഴിപ്പിച്ച മന്ദിരമാണിത്. കുമാരനാശാൻ ചണ്ഡാല ഭിഷുകി ഈ കിണറിനെ നോക്കിയാണ് എഴുതിയത്. ഇത് തെക്കേ കെട്ടിടം. ശ്രീനാരായണ ഗുരുദേവൻ നേരിട്ട് പണി കഴിപ്പിച്ച മന്ദിരം. ഇത് ഗുരുമന്ദിരമാണിത്. നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്. പൂക്കൾ നിലത്തിങ്ങനെ വിതറി കിടക്കുന്നത് കാണാൻ ഭംഗിയാണ്. എന്ത് ചെടിയാണെന്ന് എനിക്കറിയില്ല. വളരെ മനോഹരമാണത്.
അരുവിപ്പുറം ശിവക്ഷേത്രം പ്രതിഷ്ഠ 1063, കുംഭം 29, ശിവരാത്രി. AD 1888 മാർച്ച് 11 ഞായർ 3 AM, ചതയം നക്ഷത്രം. നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്ന് ഗുരുദേവൻ സ്വയം മുങ്ങിയെടുത്ത ശിവലിംഗത്തെ ഇവിടെ പ്രതിഷ്ഠിച്ചു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന തൻ്റെ ചരിത്രപ്രസിദ്ധമായ മഹാസന്ദേശത്തെ ക്ഷേത്രസന്നിധിയിൽ എഴുതി വയ്പ്പിക്കുകയും ചെയ്തു. ഇതാണ് ശങ്കരൻകുഴി. ഇവിടെ നിന്നുമാണ് ഗുരുദേവൻ ശിവലിംഗം മുങ്ങിയെടുത്തത്. ഇത് നെയ്യാറാണ്. നെയ്യാർ പതഞ്ഞൊഴുകിയാണ്. ഇത് ബലിക്കടവാണ്. ബലിതർപ്പണത്തിന് ആൾക്കാർ ഇവിടെ എത്തും. കൊടിതൂക്കി മലയിലെ കുമാരഗിരിയിലേക്കുള്ള പ്രവേശന കവാടവും പടിക്കെട്ടുകളും ഗുരുദേവ ക്ഷേത്രം പാദകാണിക്കയായി സമർപ്പിച്ചത്. ഞാൻ നടന്ന് കൊടിതൂക്കി മലയിലേക്ക് കയറി പോവുകയാണ്. ഇതുപോലെ 2 വിഹിതം കൂടെ ഞങ്ങളിങ്ങനെ സ്റ്റെപ്പ് കയറി ഇങ്ങ് വന്നിട്ടുണ്ട്. ഇനി മുകളിൽ തന്നെ ക്ഷേത്രത്തിൻ്റെ ആർച്ചും ഒക്കെ ആർച്ചാണെന്ന് തോന്നുന്നു കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനിയും കുറച്ച് ദൂരം കൂടിയുണ്ട്. ഇവിടെ ഒരു വിശ്രമ കേന്ദ്രം കഴിഞ്ഞു. ഇനി അടുത്ത വിശ്രമ സ്ഥലമാണ് കാണുന്നത്. ഇനി കുറച്ച് സ്റ്റെപ്പുകൾ കൂടിയ കയറി മതിയെന്നാണ് അറിഞ്ഞത്. കൊടുന്തൂക്കി മലയുടെ നെറുകയിലെത്തിയിട്ടുണ്ട്. എൻ്റെ കൂടെ വന്നയാൾ കുറച്ച് ക്ഷീണം തോന്നിയിട്ട് താഴെ ഇരിക്കുകയാണ്. വാഹനങ്ങളിൽ വരുന്നവർക്ക് മെയിൻ റോഡ് വഴി വന്ന് കറങ്ങി ഇത് ഇവിടെ വരെ വരാൻ പറ്റും. ഇവിടെ 2 ക്ഷേത്ര ഉണ്ട്. ഒന്ന് സുബ്രഹ്മണ്യ സ്വാമിയുടേതും. ഇത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. ഈ പീഠത്തിൽ വെച്ചാണ് ഗുരുദേവൻ ബാലസുബ്രഹ്മണ്യ സ്വാമിയുമായിട്ട് സംവദിച്ചത് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വേദാന്ത സൂത്രം ഗുരുവിരജിതം. ഇത് നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ഇത്രയും ധാരാളം സ്റ്റെപ്പുകളുണ്ട്. എണ്ണി കയറാനൊന്നും ഞാൻ നോക്കിയിട്ട് പറ്റുന്നില്ലായിരുന്നു. കാരണം എൻ്റെ കൂടെ വന്നയാൾ പകുതി വഴിയിൽ ഇരിപ്പായി. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് കയറി വന്നത്.
ഇവിടെ മുകളിലെത്തിയപ്പോൾ ഇവിടെ ഗൈഡുണ്ട്, വേറെ കുറേ ജോലിക്കാരൊക്കെ ഉണ്ട്. അത് കാരണം വേറെ പിന്നെ നല്ല ക്ഷേത്രം, 2 ക്ഷേത്രമുണ്ട്. ഒരു ക്ഷേത്രത്തിൻ്റേതാണ് ഞാൻ സുബ്രഹ്മണ്യ സ്വാമിയുടേതാണെന്ന് എനിക്ക് മനസ്സിലായത്. മറ്റേ പ്രതിഷ്ഠ അവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. അത് കാരണം എനിക്ക് പിന്നെ ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ രാവിലെയോ വൈകിട്ടോ വന്നാൽ മാത്രമേ നമുക്ക് ക്ഷേത്ര പൂജകൾ നടക്കുന്നത് കാണാനോ ഒക്കെ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഉച്ച സമയം എല്ലാ സമയത്തല്ലേ വന്നേക്കുന്നത്. അതുകൊണ്ട് പക്ഷേ ഇവിടെ നല്ല കാറ്റാണ്, നല്ല ഒരു വ്യൂ പോയിൻ്റാണ്. പിന്നെ ഒരു വൈകുന്നേരമോ രാവിലെയൊക്കെ വരുവാണെങ്കിൽ വളരെ മനോഹരമായിരിക്കും താഴ്വാരം കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതൊരു ഉച്ച സമയമാണ്, അത് കാരണം ഈ വീഡിയോയ്ക്കൊന്നും ക്ലാരിറ്റി ഇല്ല. ആദ്യമായിട്ടാണ് ഞാൻ ഈ സ്ഥലം, ഇത് ഞാൻ താഴെ അരുവിപ്പുറം ആറ്റിൻ്റെ തീരത്ത് അവിടുത്തെ പ്രതിഷ്ഠ നടന്നിരിക്കുന്ന സ്ഥലം അവിടേക്ക് ഒന്ന് കാണാമെന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോഴാണ് അറിയുന്നത് ഇവിടെ കൊടിതൂക്കി മല അതിലേക്ക് പോകുന്ന സ്റ്റെപ്പാണിത്. കുറച്ച് കയറിപ്പോയാൽ കാണാൻ നല്ല വ്യൂ പോയിൻ്റൊക്കെയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാനൊന്ന് കയറിയെന്നേ ഉള്ളൂ. പക്ഷേ നല്ല സമയം നോക്കി ഇവിടെ ഒന്ന് വരണമെന്നുള്ളൊരു ഇവിടുത്തെ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി പൂജകൾ നടക്കുന്ന സമയം നോക്കി ഒന്ന് വരണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു സമയം നോക്കി ഞാനൊന്ന് വരും ഇനിയും.